ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് എനിക്ക് കുറച്ച് തൊണ്ടയിൽ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് അത് കുറച്ച് എനിക്ക് ദിവസം വീഡിയോസ് ഇടാൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണുകയാണെങ്കിലായിരിക്കും കുറച്ച് കൂടുതലും കൂടെ ആപ്റ്റ് ആവുന്നത്. ഓക്കെ, കുറച്ചുകൂടി കറക്റ്റ് ആവുന്നത്. കാരണം നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഡിവോഴ്സിന്റെ വക്കീൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമായിരിക്കും, എന്താണ് ഈ വ്യക്തി എന്നെ ഓർക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കാർഡ്സ് വെച്ചിട്ടുള്ള ഒരു ജനറൽ റീഡിംഗ് പോലെയാണ് ചെയ്യുന്നത്. സോ റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് ഞാനത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ അനൗൺസ് ചെയ്തിരുന്നു. നമ്മൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. ഈ മാസം ജൂലൈ 2024 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഒരു 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. 2-3 ദിവസം എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കുറച്ചധികം ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നറിയാം. സോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. സോ അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ട് പറയുന്നതാണ്. അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്താണ് റീഡിങ്ങിന്റെ ഡിസ്കൗണ്ടിന്റെ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ റീഡിംഗ്. ദ ടോപ്പിക് വിൽ ബി ഈ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു മിറാക്കിളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ബിക്കോസ് വി ഗോട്ട് ദ കാർഡ് റിപ്പീറ്റഡ്ലി ദ വേർഡ് മാജിക്. ബിക്കോസ് മാജിക്കൽ മാപ്പ് ഷിഫ്റ്റർ, മാജിക് സ്ട്രീം ആൻഡ് ഓൾസോ ദ മാജിക് പ്രയർ. അപ്പൊ എപ്പോഴും ഒരു അത്ഭുതത്തിലോ അല്ലെങ്കിൽ ഒരു മാജിക് എന്ന് പറയില്ലേ നമ്മൾ, ഒരു അത്ഭുത പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ, ആ ഒരു പവറിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ്. അത് ഈ പേഴ്സൺ മാത്രമല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇതെല്ലാം ഒരു ദിവസം ശരിയാകും. അതായത് ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സും കൂടിയാണ് ഞാൻ പറയുന്നത്. കറണ്ട് ഫീലിങ്സും ട്രൂ ഫീലിങ്സും കൂടെ മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ സത്യസന്ധമായ ആ ഒരു ചിന്തകളിൽ എപ്പോഴും ഇതെന്തെങ്കിലും ശരിയാകും, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പോലും, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടി അത് എക്സ് ബാക്ക് ആയിരിക്കാം, മുൻ കാമുകനോ കാമുകയോ മുൻ ഭർത്താവോ ഭാര്യയോ തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ എന്താണ് ജീവിതം തകർന്നു പോയിരിക്കുന്ന അവസ്ഥയൊക്കെ ആയിരിക്കാം. അതിശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പോലും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. ആൻഡ് ഓൾസോ ദ സെന്റർ ഓഫ് ദ കാർഡ് ദാറ്റ് വി ഗോട്ട് ദ സീക്രട്ട് പൂൾ ആണ്. അതായത് സീക്രട്ട് പൂൾ എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് സെന്റർ ആയിട്ട്. അത് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അതെന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ധാരാളം ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടും, ഇപ്പോ ഗംഗ, ബ്രഹ്മപുത്ര അങ്ങനെയുള്ള നദികളിലൊക്കെ പോയി മുങ്ങുന്നതായിട്ടും, അതായത് നമ്മൾ അല്ലെങ്കിൽ അമ്പലത്തിലെ തീർത്ഥം ശരീരത്തിൽ തളിക്കുക, അല്ലെങ്കിൽ ആ തീർത്ഥം വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീടിന്റെ ചുറ്റിനുള്ള സ്ഥലങ്ങളിലൊക്കെ തളിക്കുക, സ്വന്തം ശരീരത്തിലും തളിക്കുക, കുറച്ച് കുടിക്കുക, പള്ളിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു തീർത്ഥ വെള്ളം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളരെയധികം പ്യൂരിഫിക്കേഷൻ നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ റേക്കി ഹീലിംഗ്, അങ്ങനെ പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ്. അതുപോലെ ഇപ്പൊ ഹിന്ദുസ് ഒക്കെ ആണെങ്കിൽ കുടുംബക്ഷേത്രമൊക്കെ കണ്ടു കിട്ടിയിട്ട് കുടുംബക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആൾക്കാർ, അതായത് മനസ്സിന് ഇതുപോലെ ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ട് അതും പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പള്ളികളിൽ, ഇപ്പൊ മലയാറ്റൂര് പള്ളിയിലൊക്കെ കുറച്ച്
നമ്മൾ യാതനകളൊക്കെ സഹിച്ച് കഷ്ടപ്പെട്ടൊക്കെ മല കയറി ദൈവത്തെ കാണുന്ന ഒക്കെ ഉള്ളൊരു രീതി. അപ്പൊ അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എല്ലാം ഒരു ദിവസം ശരിയാകും. ഒരു ദിവസം ഞങ്ങൾക്ക് രണ്ടു പേർക്കും, അതായത് നിങ്ങളുമായിട്ട് ഈ പേഴ്സണ് നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കാം, തേർഡ് പാർട്ടിയുടെ കൂടെ വളരെ വിഷമത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം, ഒരു സമാധാനവും ഇല്ലായിരിക്കാം. പക്ഷേ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സന്റെ ആ ഒരു പോസിറ്റിവിറ്റിനെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ പേഴ്സൺ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, അതുപോലെ ചെറിയ രീതിയിലുള്ള മോശപ്പെട്ട സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. മേ ബി നിങ്ങളും കാണുന്നുണ്ടാകാം മോശപ്പെട്ട രീതിയിലുള്ള സ്വപ്നങ്ങൾ, ഈ പേഴ്സണായിട്ട് പിരിഞ്ഞു പോകുന്ന സ്വപ്നങ്ങളോ അങ്ങനെയൊക്കെ വെളുപ്പാങ്കാലത്തോ അല്ലാതെയോ ഒക്കെ നിങ്ങൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്കും ഈ പേഴ്സന്റെ മനസ്സിലേക്കും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് ഈ പേഴ്സന്റെ മുന്നോട്ടുള്ള ഓരോ എന്താ പറയുക യാത്രയും എന്ന് പറയുന്നത്. ബിക്കോസ് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സ്പാർക്ക്, ഓക്കെ, ബിക്കോസ് ആദ്യം ഉണ്ടായത് അത് മേ ബി കോളേജിൽ പഠിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ ഉള്ള ആൾക്കാരായിരിക്കാം. സോ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ആ ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ ആ ഒരു ചിന്ത, ആ ഒരു മുഖം, ആ ഒരു സന്ദർഭം, അതൊന്നും ഈ പേഴ്സൺ മറന്നിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ ഈ പേഴ്സൺ മനസ്സിൽ കുറിച്ച് വെക്കുന്നുണ്ട്. ആ പേഴ്സൺ ഇപ്പോഴും അത് എന്നും രാത്രികാലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു കാര്യങ്ങൾ ഓർക്കുന്നതായിട്ട്, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുമുട്ടിയ ആൾക്കാരാണ് നിങ്ങളെങ്കിലും ആദ്യമായിട്ട് മെസ്സേജ് അയച്ചപ്പോഴും ആദ്യത്തെ ആ ഒരു കോൺവെർസേഷൻ, ആദ്യമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ, അതൊക്കെ ആ ചാറ്റൊക്കെ എടുത്ത് നോക്കുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദരേഖകൾ ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്നതായിട്ടും, ആദ്യം കണ്ടുമുട്ടിയ ആ ഒരു സന്ദർഭം ഓർത്തെടുക്കുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള മൂമെന്റിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ഈ പേഴ്സൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അമാവാസിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടാകാം, നിങ്ങൾക്ക് വരുന്ന പോലെ ഈ പേഴ്സണും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ പലതരത്തിലുള്ള പ്രേയേഴ്സ് ചെയ്യുന്നതായിട്ട് മേ ബി നിങ്ങളും ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുള്ള പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എനിവേ വി നോ ദ കമ്മിങ് ടുഗെദർ എന്നാണ്, അതായത് ഒരുമിച്ച് വരിക എന്നുള്ള ആ ഒരു അത് തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഓർക്കുന്നുണ്ട്. ഒരു മിറാക്കിൾ സംഭവിക്കണം എന്നുള്ള രീതിയിലാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സണ് ചിന്തിക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ്, ഓക്കെ, ഒരു പ്രതീക്ഷയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാര്യവും ശരിയാകും എന്നുള്ള പ്രതീക്ഷ, അതാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വികാരം എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നാളെ എല്ലാം ശരിയാകും. സോ അതുപോലെ തന്നെ പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളും വരണം. അപ്പോഴാണ് ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളെ ചിലപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ മാറ്റി നിർത്തിയിട്ടുള്ളത് പല കാരണങ്ങൾ കൊണ്ടാണ്. ബിക്കോസ് ഇപ്പോൾ ഈ പേഴ്സണ് പ്രണയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരിക്കാം, ചിലപ്പോൾ പൈസയുടെ പുറകെ നെട്ടോട്ടമായിരിക്കാം, ജോലി അന്വേഷിച്ച് നടക്കുന്നതായിരിക്കാം, തേർഡ് പാർട്ടി സമാധാനം കൊടുക്കുന്നില്ലായിരിക്കാം. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സണ് നിങ്ങളെയും കൂടി കൈകാര്യം ചെയ്യാനുള്ള സമയവും എനർജിയും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളോടിപ്പോൾ കാര്യമായ രീതിയിലൊന്നും സംസാരിക്കാത്തത്, ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുത്തിപ്പിക്കാത്തത്. ഓക്കെ, നിങ്ങൾക്കും ചിലപ്പോൾ അത് ദേഷ്യം കയറുന്നുണ്ടാകാം. ബട്ട് ഇതാണ് സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ അത് സ്നേഹമില്ല എന്നല്ല. ദിസ് പേഴ്സൺ വാണ്ട് ടു സംതിങ്, എന്തൊക്കെയോ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതൊന്ന് റിലീസ് ചെയ്യണം, അതൊന്ന് സോൾവ് ചെയ്യണം. അതാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സ്വസ്ഥമായിട്ട്
നിങ്ങളായിട്ടുള്ളത് റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഈ ഒരു കാർഡ്സ് നോക്കിയിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ, ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ മാക്സിമം കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തില്ലെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അതിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.